അതിന് ചെലവ് വരുമല്ലോ. ദൂരത്തിനനുസരിച്ച് വണ്ടി ചെലവ് കൊണ്ടായിരിക്കും ഒരു വീഡിയോ ഒക്കെ അത്യാവശ്യം ഒപ്പിച്ചെടുത്തോണ്ട് വരുന്നത്. മഴയത്ത് ഞാൻ നോക്കുന്നുണ്ട് ഇക്ക ഒരു വണ്ടി ഉരുട്ടിക്കൊണ്ട് വരുന്നത്. അതേ കുറെ ബോർഡൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു നിർത്തിയത് അല്ലേ? ഇക്കടെ പേരെന്തുവായിരുന്നു? ബാബു. ഇത് എവിടെ കച്ചവടം? എവിടെ? സ്ഥിരമായിട്ട് അവിടെ തന്നെ? എല്ലാ ദിവസവും ഉണ്ട്. എത്ര ആളുണ്ട് ചെയ്യുന്നുണ്ട്? 7 വർഷമായി. 7 വർഷമായിട്ട് കണ്ടിന്യൂ ആ സ്ഥലത്ത് തന്നെ. ഇന്ന് മഴയുണ്ടാണ് പോകുന്നത്? സമയം കഴിഞ്ഞു? 3 മണി വരെ നമ്മുടെ ടൈം. വിറ്റാലും വിറ്റില്ലാലും 3 മണി പോകും. 10-10:30 ആകുമ്പോൾ ഞാൻ അവിടെ വരും. 10-10:45. സാധാരണ നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് ദം ബിരിയാണിയാ. സാധാരണ ആളുകൾ ചോറ് വെള്ളച്ചോറ് തന്നിട്ട് അതിന് വേറെ കറി കോരി അതിനകത്ത് ഒഴിക്കുകയാണ്. നമ്മുടെ ബിരിയാണി അങ്ങനെയല്ല. നമ്മൾ ദം ബിരിയാണി തന്നെ ആയിട്ടാ കൊടുക്കുന്നത്. അത് ചോറ് പുതിയ അരിച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. പുതിയ അരിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും ദം ബിരിയാണിയാന്നുള്ളത്. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറയാൻ ചോറ് കഴിച്ചോണ്ട് വന്ന് കറി വേറെ വെച്ചോണ്ട് വരിക, എന്നിട്ട് ചോറിനകത്ത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതങ്ങനല്ല. അത് പിന്നെ ചൂട് പോകാതിരിക്കാൻ വേണ്ടി തെർമോക്കോളിന്റെ പെട്ടിയാണ് അതിനകത്താ വെച്ചേക്കുന്നത്. പാഴ്സലായിട്ട് ബീഫും ചിക്കനേ ഉള്ളൂ. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി. ബീഫിനാണെങ്കിൽ 120, ചിക്കനാണെങ്കിൽ 100 രൂപ ഒരു ബിരിയാണി. പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ചിക്കനാണ്. ചിക്കനാണെങ്കിൽ ഇപ്പൊ 175 രൂപ വിലയാ ഒരു കിലോ. എന്നിട്ട് നമ്മുടെ വിലയൊന്നും കുറച്ച് കൂട്ടിയില്ല. ആ 100 രൂപ തന്നെ. 100 രൂപ തന്നെ. പേരെന്തായിരുന്നു? എന്റെ ഒരു ബാബു. ബാബു. വീടോടെ? വീട് ഇതിനകത്താണ്. ആഭരണമാലിന്റെ ബാക്കിലായിട്ട് വരും വീട്. അതിന് എല്ലാ ദിവസവും ആ സ്പോട്ട് അവിടെ എല്ലാ ദിവസവും എത്ര മണിയാകുമ്പോ തുടങ്ങും? 10-10:30 ആകുമ്പോ വരും. 11 മണിക്കപ്പുറം പോകത്തില്ല. 11 മണിക്ക് മുമ്പായിട്ട് വരും എല്ലാ ദിവസവും. ഞായറാഴ്ച അവധിയെല്ലാം ഉണ്ടോ? എല്ലാ ദിവസവും. ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അന്നേരം എല്ലാ ദിവസവും അന്നേരം സ്ഥലം മനസ്സിലായില്ല, സ്പോട്ട് മനസ്സിലായി. ഇത് കായംകുളം കമ്പോളത്തിനാവോ അല്ലെ? കമ്പോളത്തിനാവും. നേരത്തെ ഒരു പച്ചക്കറി മാർക്കറ്റിനകത്താ. അതെ, ഞങ്ങള് മഴ കാരണം അവിടെ കയറി ചെയ്തുകൊണ്ട് കാണാൻ പറ്റിയല്ല, കാണത്തില്ല. ഞങ്ങൾ വേറൊരു ആവശ്യമായിട്ട് വന്നേ കമ്പോളത്തില്. അന്നേരം കാണാൻ പറ്റി. അതിലും കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് രണ്ട് ഏതാ ഇപ്പൊ ഇരിക്കുന്നത്? ബീഫോ? ഇതെല്ലാം ചെയ്യുന്ന അങ്ങനെ വീട്ടിൽ ഇട്ടോ? വൈഫും കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നത്. മക്കളൊക്കെ? അന്നേരം വൈഫും ആയിട്ട് അത് വീട്ടിലെല്ലാം റെഡിയാക്കി ഇവിടെ കൊണ്ടുവരുന്നത് അല്ലേ? അന്നേരം ഇപ്പൊ ഞങ്ങൾക്ക് വരാൻ ഏതുണ്ട്? ബീഫോ? ബീഫേ ഉള്ളൂ. എന്നാൽ 2 ബീഫോ? ബീഫിന് എത്ര? 120. ചിക്കന് 100. അന്നേരം യാദൃശ്യമായിട്ട് പരിചയപ്പെട്ട കേട്ടോ. ഞങ്ങൾ മഴയായിട്ട് അവിടെ കയറി ചെയ്യുന്നതിന്റെ പേര് കണ്ടില്ലേ? അല്ലെ കാണത്തില്ല. ഏതും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. എനിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ സന്തോഷം. അന്നേരം ഞാൻ 2 ബീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഈ പാഴ്സലിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറച്ചി, പിന്നെന്താ? സലാഡ്, പിന്നെ അച്ചാറ്, പിന്നെ ഒരു ഗ്രേവി. ഇത്രയായിട്ട് ഒരു പാഴ്സല്. ഓർഡറൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര ഉണ്ടെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കും. സ്പോട്ടി സൈറ്റിൽ കൊണ്ട് കൊടുക്കുമോ? തീർച്ചയായിട്ടും. അതിന് ചെലവ് വരുമല്ലോ. ദൂരത്തിനനുസരിച്ച് വണ്ടി ചെലവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അന്നേരം എത്ര ഓർഡർ ഉണ്ടെങ്കിലും ചെയ്ത് കൊടുക്കും. അന്നേരം ഈ ഫോൺ നമ്പർ കൊടുത്തേക്കാമല്ലോ. അന്നേരം ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. എത്ര ഓർഡർ ഉണ്ടെങ്കിലും ചെയ്തു തരും. നേരത്തെ കൂട്ടി പറഞ്ഞാൽ മതി അല്ലേ? എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് നമ്മൾ അവിടുന്ന് 2 ബീഫ് ബിരിയാണി ആയിരുന്നു മേടിച്ചത്. ബീഫ് ബിരിയാണി 2 മേടിച്ച് ഒരെണ്ണം പുതിയിട്ട് തഴിച്ചു. അത് കണ്ട ഒരു ഗ്രേവി ഉണ്ട്, പിന്നെ സലാഡ് തന്നിട്ടുണ്ട്, പിന്നെ നാരങ്ങ അച്ചാർ തന്നിട്ടുണ്ട്. സലാഡ് 3 തന്നിട്ടുണ്ട്. അതിൽ ബീഫ് ബിരിയാണി ഞമ്മലേക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇത് അഴിച്ചു നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ എത്ര പീസ് ഉണ്ടെന്നും എല്ലാം നമുക്ക് നോക്കാം. റൈസൊക്കെ കൂടുതലുണ്ട് കേട്ടോ. നല്ല റൈസുണ്ട്. പിന്നെ 2 പീസ് ബീഫുണ്ട്. 2 1 പീസേ ഉള്ളൂ. അല്ല, 2 പീസുണ്ട്. ഇതിൽ 2 പീസ് ബീഫുണ്ട്. നോക്കട്ടെ ബീഫ് എങ്ങനെ ഉണ്ട്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇന്ന് കായംകുളത്ത് വെച്ച് ചോദിച്ചില്ലേ, ഇപ്പൊ ഇതുപോലെ ഉള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. നേരത്തെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഹോട്ടലിലെയും ബിരിയാണിയുടെയും ഊണിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം മെയിൻ സമയക്കുറവാണ്. എന്നുവെച്ചാൽ നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് ഒരുപാട് സമയം വീഡിയോയ്ക്ക് വേണ്ടി കളയാൻ അങ്ങനെ സമയം കിട്ടാറില്ല. ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കും ഒരു വീഡിയോ ഒക്കെ അത്യാവശ്യം ഒപ്പിച്ചെടുത്തുകൊണ്ട് വരുന്നത്. അന്നേരം അതൊക്കെ കൊണ്ട് സമയക്കുറവുണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ കൂടുതൽ പോകാത്തത്. പിന്നെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നു. യാദൃച്ഛികമായിട്ട് ഇന്ന് കായംകുളത്ത് പോകുന്നുണ്ട്. ഭയങ്കര മഴയായിരുന്നു. ഈ മഴയത്ത്
ഉള്ള മഴയെല്ലാം നനഞ്ഞാണ് ഞങ്ങൾ ഇപ്പം ചാണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ യാദൃച്ഛമായിട്ട് കണ്ടുമുട്ടിയതാ. അങ്ങനെ ബിരിയാണി മേടിച്ച്